കുട്ടികൾ പെട്ടെന്ന് വന്ന് അവരെ കൊണ്ട് RSS പ്രോംപ്റ്റ് ചെയ്യിച്ച് പാടിച്ചല്ലോ, അല്ല, അവരത് പാടിക്കൊണ്ടിരിക്കുന്നതാണ്. ആ സ്കൂളിൽ RSSുമായി ബന്ധമുള്ള രാഷ്ട്രീയ ധർമ്മ പ്രചാരക ട്രസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള സ്കൂളാണ്. സംഘപരിവാരത്തിന്റെയാണ് ആ സ്കൂള്. അതുകൊണ്ട് തന്നെ ആ സ്കൂളിൽ ഗണഗീതം പാടാറുണ്ട്, കുട്ടികൾ പഠിക്കാറുണ്ട്. അവിടെ നിന്നുള്ള രക്ഷിതാക്കളുടെ പ്രതികരണം കാണുമ്പോൾ ഈ RSSനോട് അനുഭാവമുള്ളവർ തന്നെയാണ് അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അതിലെന്താണ് കുഴപ്പമെന്ന് അവരുടെ പ്രതികരണം വന്നത്. നമ്മൾ ആരും തന്നെ കുട്ടികളെ കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. കുട്ടികളെ തന്നെ ചെറുപ്പത്തിൽ പിടികൂടുക എന്നത് തന്നെയാണ് RSSന്റെ തന്ത്രം. ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല. RSSന്റെ തന്ത്രം അതാണ്, കുട്ടികളെ ചെറുപ്പത്തിലെ പിടികൂടുക. അതുകൊണ്ട് അത് കുഴപ്പമായിട്ട് അവർക്ക് തോന്നുന്നില്ല. ഇനി ഇതിൽ ഏറ്റവും പ്രതികൂട്ടിൽ നിൽക്കുന്നത് ഉറപ്പായിട്ടും അതിൽ റെയിൽവേ തന്നെയാണ്. എന്തുകൊണ്ട് വന്ദേമാതരം എടുത്തു കൊടുത്തില്ല? അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഈ സ്കൂളിനെ തന്നെ തിരഞ്ഞെടുത്ത് അവിടേക്ക് കൊണ്ടുവന്നതും ഗണഗീതം കൂടി പാടണമെന്ന് പറഞ്ഞതും റെയിൽവേ ആണെന്ന് തന്നെ കരുതേണ്ടി വരും. അതിനുശേഷം വന്ന കേന്ദ്രമന്ത്രിമാരുടെ പ്രതികരണം, അതിലേറ്റവും ഗുരുതരമായ പ്രതികരണം സുരേഷ് ഗോപിയുടേതാണ്. ഒരു തീവ്രവാദ ഗാനമല്ലല്ലോ എന്ന് പറയും. തീവ്രവാദമായ ഒരു ഗാനമുണ്ടോ? തീവ്രഗാനം എന്താ? തീവ്രവാദികൾക്ക് പ്രത്യേക പാട്ടുണ്ടോ? അപ്പോൾ തീവ്രവാദികൾ ആരാണ്? ആ ചോദ്യങ്ങൾ അവിടേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം അതൊക്കെ മുദ്രാവാക്യവും ബഹളം വെക്കലൊക്കെയാണ്. അത് ഗീതമൊന്നുമല്ല. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു. എന്താണ് കുഴപ്പം? പാടുന്നതിൽ എന്താണ് കുഴപ്പം? ഇതിങ്ങനെ ആവർത്തിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് ഒരു കുഴപ്പമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക. അതാണ് പ്രിൻസിപ്പളിന്റെ പ്രതികരണം, അതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് കുഴപ്പം? ആ പാട്ടിലെ വരികൾ പറയുന്നു, ആ പാട്ടിൽ നിർമാല്യമുണ്ട്, ബലിഹവ്യമുണ്ട്. ഇതൊക്കെ തന്നെയും ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അല്ല, അത് പറയില്ല. മാത്രമല്ല, ഹിന്ദു സാംസ്കാരിക സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പേരുകൾ മാത്രമാണ് ആ വരികളിലുള്ളത്. അപ്പോൾ അതൊക്കെ തന്നെയും ഒരു വിഭാഗത്തെ ഹിന്ദു അഭിമാനം, ഹിന്ദു രാഷ്ട്രം എന്ന് അഭിമാനിക്കുന്നവർക്ക് ഹിന്ദു രാഷ്ട്രം തന്നെ മതി. കാരണം ദേശഭക്തിയുമായി അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരവുമായി ഒരു ബന്ധവുമില്ലാത്ത RSSനെ എങ്ങനെയെങ്കിലും ദേശഭക്തരുടെ ഗണത്തിലേക്ക് എത്തുകയും, ദേശഭക്തി എന്നാൽ സമം RSS എന്ന പ്രതീതി സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് അതിങ്ങനെ കൊണ്ടുവരണം. അത് പതുക്കെ കൊണ്ടുവരാനുള്ള തന്ത്രങ്ങളാണ് ഘട്ടം ഘട്ടമായി. നേരത്തെ സുജയ പറഞ്ഞ പോലെ 100ാം വാർഷികമാണല്ലോ. അപ്പോൾ 100ാം വാർഷികത്തിൽ പ്രത്യേക പദ്ധതി ഉണ്ടെന്നേ.